നീ എന്താ ഇവിടെ? എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. നിനക്കൊരു കംപ്ലൈന്റ് അല്ല, നിനക്കൊരു 1000 കംപ്ലൈന്റ് ഉണ്ട്. അതല്ല, ഈ ഈസ്റ്റർ ഒന്ന് ആഘോഷിക്കുന്നത് അത് ഞായറാഴ്ച. അതൊന്ന് ജസ്റ്റ് മാറ്റി തിങ്കളാഴ്ച ആക്കാൻ പറ്റും. ആടാ, നിന്റെയൊക്കെ സമയത്തിന് ഞാൻ ഉയർത്തെഴുന്നേക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഈ അവധി ദിവസം ഒന്ന് മാറ്റി തിങ്കളാഴ്ച ആക്കാൻ പറ്റൂ? അയ്യോ, നിനക്കൊക്കെ അവധി കിട്ടാനല്ല ഞാൻ ഉയർത്തെഴുന്നേറ്റത്. എന്തേലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. 2 മെഴുകുതിരി വേണേ ഞാൻ കത്തിക്കാം. കമ്പിത്തിരി കത്തിച്ച് നിന്റെ വായി ഞാൻ വെക്കും. എന്താ ഇവിടെ പ്രശ്നം? കൃഷിഭവൻ പറയുന്ന കേട്ടോ, ഇവർ ഈസ്റ്റർ സൺഡേ മാറ്റി മൺഡേ ആക്കണമെന്ന്. നിങ്ങൾക്ക് കുട്ടികളോട് സംസാരിക്കാൻ അറിയില്ല. അവരോട് സൗമ്യമായിട്ട് വേണം കാര്യങ്ങളൊക്കെ പറയാൻ. നോക്ക് മോനെ, പോരുന്ന് പഠിക്കടാ. അവൻ അവധി. എന്റെ സുദർശനക്കളം വെറുതെ അടിപ്പിക്കില്ല. അവന്റെ അവധി. താരല്ലേ സൗമ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞേ? ആ, ഇന്ന് തന്നോട് അവനെ ഒരു ദിവസം അവധി ചോദിച്ചു. എന്നോട് വേണമെങ്കിൽ വിഷുവിന് 10 ദിവസം അവൻ അവധി ചോദിച്ചു. ഹേ ക്രഷ്. യെസ്, പറയൂ. വിഷുവിന് ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളു. ഒന്നും അറിയാത്ത പോലെ. ചെലവ് തരാതെ ഞാൻ വിടില്ല മോനെ. ആ, ചെലവ് ഞാൻ തരുന്നുണ്ട്. ടൈം കിടക്കുമല്ലേ? അത് മതി. പിന്നെ ഇത്തവണെങ്കിലും കണി കാണാൻ കണിക്കൊന്ന കാണൂ. ഓ, എവിടുന്ന്? അതൊക്കെ കണക്കാ. അതുകൊണ്ട് ഞാനേ പ്ലാസ്റ്റിക് പൂ ഓർഡർ ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഈ കണിക്കൊന്ന തന്നെ വേണമെന്ന് എനിക്കൊന്നും ഇത്ര നിർബന്ധം. കോളാമ്പിപ്പൂവിന്റെ കളർ മഞ്ഞയൊക്കെ തന്നെ അല്ലേ? ക്രിസ്മസിന് പുൽക്കൂടിന് വരാൻ കിളിക്കൂട് വെച്ചാൽ കുഴപ്പമുണ്ടോ? അത് പറ്റത്തില്ല. ആ, അതുപോലെ ഉള്ളത്. പെട്ടെന്ന് ഒരുക്ക്, നാളെയാ വിഷു. ഇപ്പൊ സെറ്റാക്കി തരാന്ന്. അങ്ങോട്ട് സെറ്റാക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സൂപ്പർ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഹാപ്പി വിഷു. ഹേ ക്രിഷ്, ഹാപ്പി വിഷു. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കേണ്ട കാര്യമുണ്ടോ? വെക്കും. കഴിഞ്ഞ ഈസ്റ്ററിനെ ഒരു മുട്ടത്തോട് ചോദിച്ചപ്പോ താനെന്തോ പറഞ്ഞ? ഈസ്റ്ററിന് ചെലവ് വേണം, അത്രയല്ലേ ഉള്ളൂ. തരാൻ മനസ്സില്ല. അതൊക്കെ അങ്ങോട്ട് മറന്നു കളാ. സംഭവിച്ചതെല്ലാം നല്ലതിനെന്ന്. പായസമല്ലേ തരാം. ആ കൈനീട്ടം അങ്ങ് കിട്ടിയിരുന്നെങ്കിൽ മുൾക്കിരീടം ഒന്ന് പോളിഷ് ചെയ്യായിരുന്നു. എന്തുപാടേ, 12,000 പൈസയില്ലേ ഇപ്പോഴും കൈനീട്ടം? അല്ല, ശരിക്കും ഈ വിഷു എന്തിനാ ആഘോഷിക്കുന്നേ? എന്റെ പൊന്നെണ്ണാ, താൻ പുതിയ കഥയൊന്നും ഉണ്ടാക്കല്ലേ. ആ വ്യാസംബ്രോ ആണെങ്കിൽ എന്റെ ചോദ്യം പേടിച്ച് അയച്ചാൽ പോലും റിപ്ലൈ ഇല്ല. താനേ പായസം കുച്ചോണ്ടെങ്കിൽ ഇരുന്നാ മതി കേട്ടാ. അല്ല, ഈ കൊയ്ത്തുത്സവം ആണെന്നും പറയുന്നു. പോയ കൃഷ്, നിങ്ങൾക്ക് നാളെ കണി കാണാനുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് ഐറ്റംസ്? പഴം, കണിക്കൊന്ന. കണിക്കൊന്നുണ്ട്. കണിക്കൊന്നയൊക്കെ ഞാൻ ഒരാഴ്ച ഫ്രിഡ്ജ് വെച്ചാ സെറ്റാക്കി. മാങ്ങ, പച്ചമുളക്, കണ്ണാടി, ഇതൊക്കെ ഉണ്ട്. മഞ്ഞ വെള്ളരിക്കയില്ലേ? അതൊക്കെ വേണോ? പിന്നെ അതൊക്കെ വേണം. അപ്പൊ മെയിൻ ഐറ്റംസ് ഒന്നും ഇല്ല. അയ്യോ, ഇനി എന്തൊക്കെ ഐറ്റംസ്? അതൊക്കെ അറിയണമെങ്കിൽ താൻ പോയി കമന്റ് ബോക്സ് നോക്ക്, എന്നിട്ട് പോയി മേടിച്ചോണ്ട് പോവാ. ആരാ ഇവിടെ കണ്ടിട്ടില്ലല്ലോ? ഞാൻ ഫ്രിഡ്ജ്. എനിക്ക് മനുഷ്യന്മാരുടെ കാര്യം തന്നെ ഇവിടെ കേൾക്കാൻ സമയമില്ല. അപ്പോഴാ താൻ. അയ്യോ, അങ്ങനെ പറയല്ലേ. എന്റെ ഗതി നിങ്ങൾ കാരണം വളരെ കഷ്ടത്തില്ല. ഞാനോ? വിഷു അല്ലേ വരാൻ പോകുന്നേ? വിഷു അല്ലേ വരാൻ പോകുന്നത്, അല്ലാതെ വൈദ്യുതി വിച്ഛേദമൊന്നുമില്ലല്ലോ. ഓ, ഇതിനകത്തിരിക്കുന്ന പഴങ്കഞ്ഞേക്കാൾ പ്രായമുള്ള ചളി. ഇയാൾ സാധനങ്ങൾ തണുപ്പിച്ചാൽ മതി, എന്നെ ചൂടാക്കണ്ട. ഇതിൽ വന്ന കാര്യം പറ. ഈ വിഷുവിന്റെ പേര് ഈ തള്ളച്ചിമാരെല്ലാം കൂടെ 2 വർഷത്തേക്കുള്ള സാധനം ഇതിനകത്ത് ഉണ്ടാക്കി വെക്കുന്നേ. പാവം. ക്യൂടെക്സ്, കാലിക്കുപ്പി, ഈസ്റ്ററിന് വെച്ച ചിക്കൻ കറി, പിന്നെ തേങ്ങാമുറിയൊക്കെ വെളിയിലിട്ടിരുന്ന വല്ല തെങ്ങുമായി പോയേനെ. ഇതിനിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? അവിടെ വിഷു ഒന്നും മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് പായസമൊക്കെ കുടിക്കാനുള്ള. അതൊന്നും വേണ്ട. എന്നെ ഒരു മ്യൂസിയമായി കാണാതെ ഫ്രിഡ്ജായി കണ്ടാൽ മതി എന്ന് എല്ലാ തള്ളച്ചിമാരോടും ഒന്ന് പറയണം. അത്രേ ഉള്ളൂ. തന്റെ നാളെന്താ? അയ്യോ, എനിക്കറിയില്ല. അയ്യോ, നാളെ അറിയത്തില്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല കേട്ടോ. അയ്യോ, അങ്ങനെ പറയല്ലേ. എന്തായാലും ഒന്ന് സെറ്റാക്കി താ. ശരി. ഓളമ്മച്ചി, ഈ തവണത്തെ വിഷുവിന് ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ച് അതിനെ ബുദ്ധിമുട്ടിക്കല് കേട്ടോ. പറഞ്ഞിട്ടുണ്ടേ. ഇപ്പൊ അവര് കേൾക്കുവോ? പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കുന്ന കുറെ കുഞ്ഞുങ്ങൾ ഒന്ന് പാടാടുന്നു.